ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഫാമിലി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പപ്പാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതൊരു സ്പെഷ്യൽ പ്ലേസാണ്. നമുക്ക് തൃശ്ശൂരിനടുത്തുള്ള മാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പപ്പാൻ്റെ സിസ്റ്ററിൻ്റെ വീട്. നമ്മളെ കൂടെ അപ്പോൾ ഒസിലും ഉണ്ട്. എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പോകുന്ന വഴിക്ക് സോനാനെയും സായിദിനെയും പിക്ക് ചെയ്തിട്ടാണ് പോയത്. നല്ല ക്ലൈമാറ്റ് ആയിരുന്നു പോകുന്ന വഴിക്കെല്ലാം. പിന്നെ പപ്പയും അമ്മയും ബാബിയും ഒക്കെ കുട്ടികളൊക്കെ ആയിട്ട് വേറെ കാറിലായിരുന്നു. പോകുന്ന വഴിക്കുള്ള ക്ലൈമറ്റൊക്കെ നല്ല രസമായിരുന്നു. പെട്ടെന്ന് തന്നെ മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയി. പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ല മഴ പെയ്തു. ഞാൻ പരിപാലനൊക്കെ കുറവാണ്. മാമേനെ പരിപാലിക്കണം. മാമ ഇപ്പൊ 10-12-13 വർഷമായില്ല. 13 വർഷമായി. പിന്നെ അതിന് മുൻപ് ഉപ്പ പരിപാലിച്ചിരുന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വെക്കൊന്നും കേട്ടോ. തന്നെ ഒരു വെച്ചിട്ട് രജിക്കാപ്പുളി ഉണ്ടാകുന്ന കയ്യിലൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. ഉണ്ടാവണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞി കുഞ്ഞി നെല്ലിക്കില്ലേ, കുഞ്ഞി കുഞ്ഞി അരിനെല്ലിക്ക പോലത്തെ അത് തന്നെ. അതിന്റെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലാന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അയ്യോ, ഉണ്ടാവായിരിക്കും. വെട്ടിക്കളയണില്ല, ആൾക്കാർ വെട്ടിക്കളയാൻ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മാമ്പ്ര സിറ്റിയിൽ വന്നിരുന്നു? മാമ്പ്ര സിറ്റി നല്ലൊരു അന്തരീക്ഷമാണ്. ആയിട്ട് സ്ഥിരം വന്നിരുന്നൊരു സ്ഥലമാണ്. ഈ പറമ്പ് ഇതെല്ലാം ഞാൻ കളിച്ചു വളർന്നിട്ടുള്ള പറമ്പുകളാണ്.
അപ്പോൾ കുറച്ച് മുന്നേ ഒരു മഴ പെയ്തിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഒരു നൊസ്റ്റാൾജിക്കായിട്ട്. പിന്നെ മാമാൻ്റെ ആൻറ്റീൻ്റെ മക്കൾ ഇപ്പോൾ പുറത്താണ്, അവരൊക്കെ ആയിട്ട് നമ്മൾ കളിച്ച് വളർന്നത്. അവരൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായി. അതിലൊരു ആളുടെ കല്യാണമാണ്, അപ്പോൾ അടുത്ത മാസമാണ്, അതുകൊണ്ട് നമ്മൾ വന്നത്. പിന്നെ കുറച്ച് മുന്നേ പെയ്ത മഴയിലാണ് കുറച്ചും കൂടി മാമ്പഴം ആസ്വദിച്ചത്. പിന്നെ ഇവരുടെ ഒത്തുകൂടലും അവരുടെ സംസാരിച്ചുള്ള ഇരിക്കലൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അത് കാണാനും കൂടിയാണ് ഇവിടത്തേക്ക് വന്നു ചേർന്നത്. ഓക്കെ, എന്താണ് മാമ്പഴയെ കുറിച്ച് പറയാനുള്ളത്? മാമ്പറയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമ്പറ റോഡ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പുരോഗമനമാണ്. പിന്നെ നമ്മൾ 80 കാലഘട്ടത്തിലും 90 കാലഘട്ടത്തിൽ 90s കിഡ്സിനൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു വിൻറ്റേജ് ലുക്ക് തരുന്ന ഒരു വില്ലേജാണ്. ഞാനും ഷിഫാനയും കൂടി അവിടെ മഴ കാരണം ഒരു കടലിൻ്റെ വാർത്ത കയറുന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, അതിന് നേരെ ഒരു പറമ്പിൽ 3-4 കുട്ടികൾ ടൗസർ ഇട്ടിട്ട് ടയറൊക്കെ ഓടിച്ച് മഴയത്ത് കളിക്കുന്നു. അപ്പോൾ ഞാൻ കൊതിച്ചു പോയി, നമ്മളെ മക്കളൊക്കെ ഒന്നും ആസ്വദിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഷിഫാനോട് സംസാരിക്കുകയായിരുന്നു. അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിനപ്പുറം ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴൊരു നാട്ടിൻപുറം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. റോഡൊക്കെ നല്ല വികസനമുണ്ട്, വേറെ എനിക്കൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരുപാട് ഇനി വരാനുണ്ട്. ടെക്നോളജി തന്നെ ഇൻ്റർനെറ്റൊക്കെ വളരെ പരിതാപകരമാണ്. അമ്മേ